ചില പെണ്ണുങ്ങൾ പറയും ഒന്നും വേണ്ട, ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി, ഞാൻ എടുക്കുന്ന അധ്വാനത്തെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, മൂപ്പരൊന്നും മനസ്സിലാക്കാത്ത കോലത്തിലുള്ള ഈ കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കിയാൽ മതി. എന്നാൽ തന്നെ ഇന്നെ ഭാര്യയായിട്ട് കണ്ടാൽ മതി പറയാം ആൾക്കാരും, എന്നെ ഭാര്യയായിട്ട് കണ്ടാൽ മതി. അപ്പം നമ്മൾ ചോദിക്കും ഈ ഭാര്യയായിട്ട് കാണാന്നുള്ള ഉദ്ദേശം എന്തായാലും ഒന്നുമില്ല, മൂപ്പരെന്നെ സ്നേഹിക്കണം, മൂപ്പരെന്നൊന്ന് അറിയണം, മൂപ്പരെൻ്റെ എന്നെ കുറ്റം പറയരുത്. ഈ കുറ്റം പറയാന്ന് പറയുന്നത് ചിലപ്പോൾ നല്ലത് ഉപദേശിക്കണേ ചിലപ്പോൾ കുറ്റം പറയാൻ പറയും. ആ നല്ലത് ഉപദേശിക്കുമ്പോഴും ചിലപ്പോൾ കുറ്റം പറയാന്ന് പറയാണ്ടാണ് കാരണം പലപ്പോഴും അത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്, മറ്റൊന്നും ഉണ്ടാവില്ല. സ്നേഹപ്രകടനങ്ങളും അവരുടെ ഗുണഗണങ്ങൾ പറയലുകളും ഇതൊക്കെ കുറഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും തിരുത്തുമ്പോൾ കുറ്റം പറയാണ് എന്ന് പറയുന്നൊരു ശൈലി ഉണ്ടായി വരുന്നത്. അല്ലാണ്ട് ഒരിക്കലും പറയില്ല. അതുകൊണ്ട് തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഏറ്റവും നല്ല സ്വഭാവം കാണിക്കണം. എല്ലാ നിലക്കും അവർക്ക് സംരക്ഷണം ഒരുക്കണം, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും, അവരുടെ ദീനിനും അവരുടെ എല്ലാ കാര്യത്തിനും. അവർക്കിഞ്ഞൊന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദീനിയായ സുരക്ഷ ഉറപ്പുവരുത്തിയിട്ട് നമുക്കതിന് അനുവാദം കൊടുക്കുന്നതിനും അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും ഒരു തടസ്സവും നമുക്കില്ലെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ തിന്നുന്നെങ്കിൽ അവിടെ തീറ്റിക്കണം, നീ കുടിക്കുന്നവരെ കുടിപ്പിക്കണം, അവർക്ക് വേണ്ട എല്ലാ കാര്യവും കൊടുക്കണം. മഹറു തൊട്ട് ഫആതൂഹുന്ന ഉജൂറഹുന്ന ഫരീദ, ഇതൊക്കെ നിർബന്ധമാക്കി വെച്ചിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഫൽയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ്, നിനക്ക് പടച്ച റബ്ബ് നൽകിയതിൽ നിന്ന് നീ അവർക്ക് വേണ്ടി ചിലവഴിക്കണം. അവരുടെ റിസ്ഖും അവരുടെ കിസ്വത്തുമൊക്കെ നിന്റെ മേൽ ബാധ്യതയാണ്. ഏറ്റവും മാന്യമായിട്ട് നീ അവളോട് വർത്തിക്കണം. ജനങ്ങളുടെ കൂടുതൽ ഏറ്റവും മോശപ്പെട്ടവനാരാ? സ്വന്തം ഭാര്യയുടെ നെഗറ്റീവ്സ് പബ്ലിക്കാക്കുന്നവനാണ് ഏറ്റവും മോശപ്പെട്ടവൻ. റസൂൽ പറഞ്ഞൊരു അടിസ്ഥാനം എന്താ? നിങ്ങൾക്ക് ഇൻ കരിഹ മിൻഹ ഖുലുഖൻ റദിയ മിൻഹ ആഖർ, അവളിൽ വല്ല മോശത്തരവും നിന്നെ അസ്വസ്ഥനാക്കിയാൽ, ഹറാമുകളല്ല, അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും നിന്നെ അസ്വസ്ഥനാക്കിയാൽ നീ അവളുടെ നല്ല സ്വഭാവം ഓർത്തിട്ട് സമാധാനിക്കണം. കുറവുകൾ ചികഞ്ഞന്വേഷിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു രാത്രി തൻ്റെ കുടുംബത്തിലേക്ക് വന്നിട്ട് വിളിച്ചു പറയാം, സർപ്രൈസ് കൊടുക്കുക അല്ലേ? നബി അങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നതിന് അനുവദിച്ചിട്ടില്ല. വീട്ടിലേക്ക് വിളിച്ചു പറയാതെ, യാത്ര കഴിഞ്ഞൊന്നും വിളിച്ചു പറയാതെ വീട്ടിലേക്ക് കുത്തിക്കയറി വരരുത്. കാരണം അത് പ്രയാസങ്ങൾക്ക് കാരണമാകും. അതായത് അവരുടെ കുറവുകൾ ചികയാതിരിക്കാനുള്ള എല്ലാ സംഗതികളും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അവരൊരിക്കലും അപായപ്പെടുത്തരുത്. കിച്ചില്ലെങ്കിലും വേറെ ആളെ കിട്ടും, ഞാൻ വേറെ കിട്ടും, അങ്ങനെ കണ്ടല്ലോ. ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള സംസാരങ്ങൾ, കാര്യങ്ങൾ ഒക്കെ വെടിയുക, ഊഹാപോഹങ്ങൾ വെടിയുക. ഏറ്റവും നല്ല നിലക്ക് അവരെ കൈകാര്യം ചെയ്യുക. നോക്ക്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാം, മാ ദറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമൻ വല ഇംറഅത്തുൻ ഖത്തു. നബി ഖാദിമീങ്ങളെയോ തൻ്റെ ഇണകളെയോ ഒരിക്കലും തല്ലിയിട്ടില്ല. വല തദ്രിബിൽ വജ്ഹ വല തുഖബ്ബിഹ്, നീ ഒരിക്കലും നിന്റെ ഇണയുടെ മുഖത്തടിക്കരുത്, അവരെ നീ തെറി വിളിക്കരുത്. അവർക്ക് ദേഷ്യം പിടിച്ചാൽ പിന്നെ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയില്ല ചില ആൾക്കാർക്ക്. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള ഉപദേശങ്ങളാണ്. പിണക്കങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ആ പിണക്കം റോട്ടിലല്ല, റൂമിലാണ് ആ പിണക്കം, സൗന്ദര്യ പിണക്കം. ഒരിക്കലും ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് അവളെ കൊച്ചാക്കരുത്, കുറവാക്കരുത്, അവളുടെ പോരായ്മകൾ പറയരുത്. കാരണം ഭർത്താവാണ് അവളുടെ ഗാർഡിയൻ. ആ ഗാർഡിയൻ അയാളുടെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ ആളുകൾക്കിടയിൽ മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്തു ആവാം അല്ലേ? അതുകൊണ്ട് തന്നെ ഒരിക്കലും ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് എന്ത് ചെയ്യരുത്? മോശമാക്കരുത്. അവളിലെ നന്മയെ തേടാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈവൻ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും അവളെ പരിഗണിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ ദൂതനെ വിടണമെന്ന് പറഞ്ഞു. എന്താണ്? നല്ല സംസാരവും ടച്ചിങ്ങുമാണ്. നേർക്കുനേരെ നമ്മുടെ ആവശ്യം തീർത്ത് എണീറ്റ് പോകാന്നുള്ളതല്ല, അപ്പുറത്തുള്ള ആളുടെ വികാരത്തെ കൂടെ മനസ്സിലാക്കാൻ, അയാളെ കൂടെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ, അയാളെ കൂടെ സന്തോഷിപ്പിക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശങ്ങൾ നൽകി. ഏറ്റവും അപകടകരമായ കാര്യമാണ് ഒരു സ്ത്രീയുടെ പിൻഭാഗത്തു കൂടെ പ്രവേശിക്കുക എന്നുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വലിയ കുറ്റമായിട്ട് കാണിച്ചു. ഇന്ന് പലതരത്തിലുള്ള തോന്നിയാസങ്ങൾ എല്ലാവരുടെയും കൈകളിൽ കിട്ടുന്നതുകൊണ്ട് ഏതു തരത്തിലുമാകാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇസ്ലാം അതിനൊന്നും അനുവാദം നൽകിയിട്ടില്ല. ഇതൊരു മനുഷ്യനാണെന്നും ആ മനുഷ്യന് വേദനകളും നൊമ്പരങ്ങളും ഉണ്ടെന്നും അയാൾക്കും ഒരു സുഖവും സന്തോഷവും ഫീലിങ്സും ഉണ്ടെന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് കൊണ്ടുവേണം അവരുമായുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൽ പോലും. അവർക്കുള്ള ആരാധന സ്വാതന്ത്ര്യം വകവെച്ച് കൊടുക്കണം. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഭർത്താക്കന്മാരോട് കൊടുത്തു. ഭാര്യമാരോടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, പെണ്ണെ, അള്ളാന്റെ മുമ്പിലല്ലാതെ സുജൂദില്ല. അത് ആർക്കെങ്കിലും മുമ്പിൽ അനുവദിക്കുമായിരുന്നെങ്കിൽ
നിന്റെ ഹസ്ബൻഡിന് മുന്നിൽ ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. ഹസ്ബൻഡ് നമ്മെ കെയർ ചെയ്യുമ്പോൾ, നമ്മെ സംരക്ഷിക്കുമ്പോൾ, നമ്മെ പോറ്റി വളർത്തുമ്പോൾ അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടത് എന്താണ്? അനുസരണമാണ്. 5 നേരം നിസ്കരിച്ച് റമദാനിൽ നോമ്പ് നോറ്റ്, അതുപോലെ തന്നെ ലൈംഗികാവയവത്തെ കാത്തു സൂക്ഷിച്ച് സ്വന്തം ഭർത്താവിനെ അനുസരിച്ച് ജീവിച്ചാൽ അത് മതി ഒരു പെണ്ണിനെ സ്വർഗത്ത് പോകാൻ. ഭർത്താവിൻ്റെ അടിമപ്പണി ചെയ്യാന്നല്ല, ഭർത്താവിനെ അനുസരിക്കുന്നത് എനിക്ക് സ്വർഗം കിട്ടാനുള്ള കാരണമാണ്. ഭർത്താവിൻ്റെ അടിമപ്പണിയല്ലത്, അള്ളാഹുള്ള അടിമപ്പണിയാണത്. മനസ്സിലായില്ലേ? തന്നെ എല്ലാ നിലക്കും സംരക്ഷിക്കുന്ന തൻ്റെ ഭർത്താവിനെ അനുസരിക്കുന്നതിന് എന്താ തെറ്റുള്ളത്? ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി, അവൾ പിതാവിൻ്റെ അണ്ടറിലായിരുന്നു 10-18 കൊല്ലം, 10-21 കൊല്ലം. ആ കാലത്ത് പിതാവ് തിരുത്തിയിട്ടില്ലേ? ഉണ്ട്. പിതാവ് കൽപ്പിച്ചിട്ടില്ലേ? ഉണ്ട്. പിതാവ് പലതും ചോദിച്ച് തന്നിട്ടുണ്ട്, പലതും ചോദിച്ച് തന്നിട്ടില്ല. ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? ഇല്ല. എന്തേ? ബാപ്പൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്? ബാപ്പയാണ് അല്ലേ? ആ ബാപ്പ കൈപിടിച്ചേൽപ്പിച്ചത് ഇയാളുടെ കയ്യിലാണ്. ഇയാളാണ് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മുഴുവൻ ഉത്തരവാദിത്വം ചെയ്യുന്നത്. അപ്പോൾ അയാളെ നമ്മൾ അനുസരിക്കണമെന്ന് പറയുന്നതിൽ എന്ത് കുഴപ്പമുള്ളത്? അതുകൊണ്ട് തന്നെ ഭാര്യമാർ ഭർത്താക്കന്മാരെ അനുസരിക്കണം. അത് സ്വർഗം കിട്ടാനുള്ള കാരണമാണ് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അവരുടെ കൂടെ താമസിക്കണം, അവരുടെ പ്രീതി നേടിയെടുക്കണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ സ്വർഗവും നിന്റെ നരകവും അവനാണ്. ഒരു പെണ്ണിനോട് എന്തെങ്കിലും അവൻ നിന്നോട് കോപിച്ചാൽ നീ അവൻ്റെ അടുക്കൽ ചെന്ന് അത് പൊരുത്തപ്പെടിക്കണം എന്നാണ്. ഭർത്താവ് തൻ്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി വിളിക്കുമ്പോൾ വൈക്കാണി മനസ്സിൽ നിങ്ങൾക്ക് തന്നെ പരിപാടി എന്ന് ചോദിക്കാനുള്ള റൈറ്റ് നമുക്കില്ല, ഭാര്യമാർക്കില്ല. കാരണം ആ ഫീലിങ്ങിനെ അടക്കി നിർത്താനാവില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ എന്ത് ചെയ്തത്? നഹാ റസൂലുള്ളാഹി അനി തബത്തുൽ, ബ്രഹ്മചര്യത്തെ ഇസ്ലാം വിലക്കി. അള്ളാഹിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ദാമ്പത്യം ഒഴിവാക്കുന്ന പരിപാടി ഇസ്ലാം വെച്ചിട്ടില്ല. കാരണം എന്താ? അത് മനുഷ്യൻ്റെ ബേസിക് നീഡ്സാണ്. അത് പൂർത്തിയാക്കാൻ ഇണകൾ പരസ്പരം സമ്മതിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യണം. ഭാര്യമാർ ഭർത്താവിന് വേണ്ടി ഒരുങ്ങണം. നബി പറഞ്ഞു, എൻ്റെ ഇണകൾക്ക് വേണ്ടി ഒരുങ്ങുന്നതിനെ ഞാൻ സന്തോഷത്തോടെ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുങ്ങിയിരുന്നു എന്നാണ്. അപ്പോൾ അവരുടെ ആവശ്യത്തിൻ്റെ സമയത്ത് നമ്മൾ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും, അങ്ങനെ ഹദീസിലുള്ളത്, മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അവൻ വിളിച്ചാൽ നീ ചെല്ലണം എന്നാണ്. എന്തെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുമായിട്ട് രാത്രി ഉറങ്ങിയ നേരം വെളുക്കോളം മലക്കുകൾ നമുക്കെതിരെ പ്രാർത്ഥിക്കുമെന്ന് ഇണകളോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നന്ദി കാണിക്കാൻ വേണ്ടി പറഞ്ഞു. നന്ദിയുള്ള പെണ്ണായിരിക്കണം. അയാൾ കൊണ്ടുവരുന്ന ഭക്ഷണം, അയാൾ ഉണ്ടാക്കിയ വീട്, അല്ലെ, അയാൾ നൽകുന്ന സമ്പത്ത്, അല്ലെ, അയാൾ നൽകുന്ന ആ ഒരു സെക്യൂരിറ്റി, സ്നേഹം, കാവൽ, കരുതൽ, ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ കോലത്തിലായിട്ടുള്ളത്. എന്നിട്ട് നന്ദിയില്ലാത്ത പ്രവർത്തനങ്ങൾ നിർവഹിക്കുക, നന്ദിയില്ലാത്ത വാക്കുകൾ പറയാം. നിങ്ങൾ എന്താണ് എനിക്ക് ചെയ്തു തന്നത് എന്ന് പറയുന്ന തരത്തിലുള്ള വാക്കുകൾ നരകത്തിലെത്തിക്കുന്ന റസൂൽ പറഞ്ഞു. നരകത്തിൽ ഞാൻ എത്തി നോക്കിയപ്പോൾ കൂടുതൽ പെണ്ണുങ്ങളെ കണ്ട്. കാരണം എന്താ? അവർ ശാപവാക്കുകൾ അധികരിപ്പിക്കും. വസ്തുക്കളെയും മക്കളെയും സാധനത്തിനെയും എല്ലാത്തിനും ശപിക്കും. 2 വദഖ്ഫുർനൽ അശീറ, ഭർത്താക്കന്മാരെ അവർ നിഷേധിക്കും. എന്ന് പറഞ്ഞാൽ കുറേ സംഗതി കൊടുത്തിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും ഒരു സാധനം അവർ പറഞ്ഞു കൊണ്ടുവന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്നാ കൊണ്ടുവരല്? പറയുന്ന സാധനം കൊണ്ടുവരില്ലല്ലോ, അല്ലേ? അത് പണ്ടേ ഇല്ലാത്ത സ്വഭാവമാണ്, ഇപ്പോഴും ഇല്ല, അല്ലേ? എത്രയോ തവണ കൊണ്ട് കൊടുത്താലും പറയുന്ന വാക്കുതായിരിക്കും. അതാണ് ഭർത്താക്കന്മാരെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ. അത്തരം ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. ധിക്കാരം പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാനസികമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈവൻ മറ്റുള്ള കാര്യങ്ങളിലൊക്കെയും നമ്മൾ സൂക്ഷ്മത കാണിക്കണമെന്നും സ്വന്തം ലൈംഗികാവയവത്തെയും അയാളുടെ സമ്പത്തിനെയും അയാളുടെ കുടുംബത്തെയും സൂക്ഷിക്കണമെന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹാഫിളാത്തുൽ ലിൽ ഗൈബ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അവരുടെ ശരീരത്തെയും അയാളുടെ സമ്പത്തിനെയും എല്ലാറ്റിനെയും സംരക്ഷിക്കുന്നവളായിരിക്കും ഹാഫിളാത്തുൽ ലിൽ ഗൈബ് എന്ന് പറഞ്ഞാൽ. ഒരു പെണ്ണിൻ്റെ ക്വാളിറ്റിയിട്ട് പറഞ്ഞാണത്. ഫസ്സാലിഹാത്ത്, സാലിഹീങ്ങൾ, ഖാനിതാത്ത്, പടച്ചറബിനെ അങ്ങേറ്റം സൂക്ഷിക്കുന്ന, അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ ഹാഫിളാത്തുൽ ലിൽ ഗൈബ്. അവർ അദൃശ്യമായിട്ട്, പിന്നെ അദൃശ്യത്തിൽ സൂക്ഷ്മത കാണിക്കുന്ന, അവരുടെ ഗോപ്യമായ കാര്യങ്ങൾ അവർ സൂക്ഷിച്ചു വെക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ അർത്ഥം മുതിയാത്തുൽ ലി അസ്വാജിഹിന്ന, സ്വന്തം ഭർത്താക്കന്മാരെ അനുസരിക്കുന്നവരാണ്. ഹത്താ ഫിൽ ഗൈബി, ഭർത്താവില്ലാത്ത സമയത്ത് പോലും. മൂപ്പരുണ്ടാവുമ്പോഴല്ലേ മൂപ്പര് കാണുള്ളൂ, അറിയുള്ളൂ. മൂപ്പരില്ലാത്തപ്പോൾ തോന്നുന്ന മാതിരി ആവാന്ന അല്ല, അപ്പോൾ പോലും തൻ്റെ ഭർത്താവിനെ അനുസരിക്കുന്ന, സൂക്ഷിക്കുന്ന, അയാളുടെ ഉപദേശങ്ങൾ കാക്കുന്ന, അയാൾക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന, ദീനിയായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ, അവളുടെ ശരീരത്തെയും അയാളുടെ സമ്പത്തിനെയും സൂക്ഷിക്കുന്നവളാണ് ആ പെണ്ണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആണും പെണ്ണും വളരെ ഇണക്കത്തിലും സ്നേഹത്തിലും അനുസരണത്തിലും ബഹുമാനത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുത്തുകൊണ്ടും മുന്നോട്ട് പോകുമ്പോൾ ദാമ്പത്യത്തിൽ ഭയങ്കര ഊഷ്മളത ഉണ്ടായിരിക്കും.
ഇന്നിപ്പോൾ വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിലും പരസ്പരം ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനോ പരസ്പരം ഒന്ന് വികാരങ്ങളെ അറിയാനോ പറ്റാതെ പോകുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഭാര്യ വിളിച്ചിട്ട് ഭർത്താവിനോട് എന്തെങ്കിലും പ്രയാസം പറയുമ്പോൾ അയാൾ പറഞ്ഞു വെച്ചാൽ ഇതൊക്കെ എവിടെയല്ലാത്തത്, ഇതൊക്കെ ആർക്കല്ലാത്തത്, എന്നേക്കാളും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്, ഇജ്ജ് അവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഓരോന്ന് വിളിച്ചു നോക്ക്, വേറൊന്ന് വിളിച്ചു നോക്ക്, അവിടെ നിന്ന് പോയി നോക്ക് എന്നൊക്കെ പറയാം. ഭാര്യ അനുഭവിക്കുന്ന ഒരു പ്രയാസം നമ്മളോട് പറയണത് എന്തിനാണ്? അതൊരാളോട് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. നമ്മൾ ആശ്വസിപ്പിക്കാനാണ്, നമ്മൾ സമാധാനിപ്പിക്കാൻ, നമ്മൾ കൂടെ നിൽക്കാനാണ്. നമ്മളോട് ഒന്നുമില്ലെങ്കിലും നമ്മളോട് പറയുമ്പോൾ തന്നെ ഒരു മെൻ്റലി ഫ്രീ ആവും. അതിനാണ് ചില ആൾക്കാർ അതിനും മറുപടി പറഞ്ഞ് എന്നിട്ട് പിന്നീട് ഇവർ മറ്റു പല വഴികളും തേടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കാരണക്കാരാവരുത്. തിരിച്ചും ഭർത്താക്കന്മാർ ആണുങ്ങൾ കുറച്ച് മനക്കരുത്തുള്ളവരാണെങ്കിൽ പോലും അയാൾക്കുണ്ടാവും അയാളുടെ വർക്ക് പ്ലേസിലെ ബുദ്ധിമുട്ടുകൾ, അയാളുടെ മറ്റു കാര്യങ്ങൾ, അയാളുടെ ആധികൾ, അയാളുടെ ആശങ്കകൾ ഒക്കെ ഉണ്ടാവും. പ്രായമാകും മുമ്പ് നരച്ചു പോണ ഇത് എന്തുകൊണ്ടാണ്? ഒരുപാട് ടെൻഷനുകളാണ്. ആ ടെൻഷനുകളൊന്നും പലപ്പോഴും കുടുംബം പോലും അറിയുന്നില്ല. ഇന്ന് സുഖലോലുപതയുടെ കാലമാണെങ്കിലും അല്ലേ, മക്കളൊക്കെ പറയും നിങ്ങളുടെ ആ സാധനമല്ലേ, അത് കുത്തിയാൽ പോരെ, പൈസ ഇട്ടൂലേ. അവർക്കറിയില്ലല്ലോ എല്ലുമുറി അധ്വാനിച്ചിട്ട് ബാങ്കിലിട്ടാലാണ് ഈ സാധനം കുത്തിയാൽ വരിക എന്നുള്ളത്. ഒരു വിചാരം എന്താ, ഈ സാധനം എടുത്ത് ഇങ്ങനെ കുത്തിയ സാധനം ഇങ്ങനെ വരുന്നതാണ്, ATM കാർഡേ. അപ്പം ഇതിൻ്റെ പിന്നിൽ വലിയൊരു അധ്വാനമുണ്ട് എന്നുള്ളത് പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും ഫീലിങ് മാനസികാവസ്ഥകളെ മനസ്സിലാക്കിയിട്ട് ഇടപെടാനും എല്ലാ സന്തോഷവും പരസ്പരം ആവോളം ആസ്വദിക്കാനും എല്ലാ ദുഃഖങ്ങളും പരസ്പരം പങ്കുവെക്കാനും നമ്മൾ അനുഭവിക്കുന്ന മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ പരസ്പരം ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. ഹജ്ജിന് പോകുന്ന സമയത്താണ് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പിന്നെ ഇത് പീരീഡ്സ് ഉണ്ടാവുന്നത്. വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. റസൂല ചേർത്ത് പിടിച്ചിട്ട് ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ ബുദ്ധിമുട്ടാണ്ട, വിഷമിക്കണ്ട, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആദമിൻ്റെ പെൺമക്കൾക്ക് അള്ളാഹ് വെച്ചൊരു പ്രകൃതിപരമായ കാര്യമല്ലേ, അതുകൊണ്ട് ഇജ്ജ് വിഷമിക്കണ്ട കേട്ടോ, തവാഫ് അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറയണേ. നബി ഭാര്യമാരെ കെയർ ചെയ്ത ആ ഒരു സംഗതി, ആയിഷ നീ എന്നോട് ദേഷ്യപ്പെട്ടാലും നിനക്ക് എന്നോട് സ്നേഹമുള്ളപ്പോഴും എനിക്കെൻ്റെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാവും പറഞ്ഞു. അതെങ്ങനെയാണ് നബി ചോദിച്ചു? ജി മുഹമ്മദിൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ എനിക്ക് എന്നോട് നല്ല സ്നേഹമുണ്ട്, ജി ഇബ്രാഹിം നബിൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ നിനക്കെന്തോ എന്നോട് നീരസമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാം. ആയിഷ ബീവി പറഞ്ഞു അങ്ങനെ തന്നെയാണ്. അത്രയും അധികം പ്രവാചകൻ എത്ര ഉത്തരവാദിത്തമുള്ള ആളാ, നമുക്ക് അത്ര ഉത്തരവാദിത്തം ഉണ്ടോ? ഇല്ല, ഒച്ച വെച്ചത് നോക്കാൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഞാനങ്ങനെ പോകും, ആണെങ്കിൽ മതി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ഉത്തരവാദിത്തം നമുക്കില്ല. എന്നിട്ട് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു ഹസ്ബൻഡായി. അപ്പോൾ ഇസ്ലാമികമായിട്ടുള്ള ദൃഷ്ട്യ ഒരു ഭർത്താവും ഒരു ഭാര്യയും എങ്ങനെ മുന്നോട്ട് പോകണമോ അങ്ങനെ മുന്നോട്ട് പോകാനും പരസ്പരം നല്ല സ്നേഹത്തിലും ഇണക്കത്തിലും പോസിറ്റീവ്സിലേക്ക് കണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അതാണ്, ഓളതിന് പറ്റില്ല, ഓളതിന് പറ്റില്ല, അയാൾ ഇങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയാണ്, ഫുൾ അങ്ങോട്ട് കുറ്റങ്ങൾ മാത്രം നോക്കണത്, ഗുണങ്ങളിലേക്ക് നോക്കാൻ. അപ്പോൾ ഒരാളോട് നമുക്ക് ബഹുമാനവും ആദരവൊക്കെ ഉണ്ടാവുള്ളൂ. ഗുണങ്ങളിലേക്ക് നോക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മക്കൾ. ആ മക്കളോട് നമ്മൾ ഏത് രീതിക്ക് പെരുമാറണം, ആ രീതിക്ക് അവരോട് പെരുമാറാനുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം.